ഒരു സ്ത്രീ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുക എന്ന ആശയം ശരിക്കും രസകരവും ചിന്തിപ്പിക്കുന്നതുമാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും ഇത് വലിയ മാറ്റമായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും പുരോഗമന സംസ്ഥാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന കേരളം ദീർഘകാലമായി വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാക്ഷരത തുടങ്ങിയ മേഖലകളിൽ മുൻപന്തിയിലാണ്. ഈ നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം പ്രധാനമായും പുരുഷന്മാരാണ്. സംസ്ഥാന രൂപീകരണം മുതൽ മുഖ്യമന്ത്രി സ്ഥാനം പുരുഷന്മാരാണ് വഹിക്കുന്നത്. കേരളത്തിലെ ഈ ഉന്നത രാഷ്ട്രീയ പദവിയിലേക്ക് ഒരു സ്ത്രീ കയറുന്നത് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചലനാത്മകതയിൽ മാത്രമല്ല, വിശാലമായ സാമൂഹിക പശ്ചാത്തലത്തിലും ഗണ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും. കേരളത്തെ നയിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ ഈ ചരിത്രപരമായ മാറ്റത്തിന് കാരണമാകുന്ന വിവിധ വശങ്ങൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രീയ സംസ്കാരം മുതൽ അവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ വരെയും അത്തരമൊരു നേതൃമാറ്റത്തിന്റെ നേട്ടങ്ങൾ വരെയും പര്യവേഷണം ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു വനിതാ മുഖ്യമന്ത്രിയാകാൻ കേരളം തയ്യാറാണോ എന്നതാണ് ആദ്യം പരിഗണിക്കേണ്ട ചോദ്യം. കേരളത്തിന്റെ രാഷ്ട്രീയ സംവിധാനം പരമ്പരാഗതമായി രൂപപ്പെടുത്തിയത് പുരുഷ നേതാക്കളാണ്. അവരിൽ പലരും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട്, K കരുണാകരൻ, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ മുഖ്യമന്ത്രിമാരായി സേവനമനുഷ്ഠിക്കുന്നത് സംസ്ഥാനം കണ്ടിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ വ്യക്തികൾ പതിറ്റാണ്ടുകളായി സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ആധിപത്യം പുലർത്തുന്നുണ്ട്. ഇടതുപക്ഷ, വലതുപക്ഷ, സ്വതന്ത്ര പാർട്ടികൾ ഉൾപ്പെടെ വിവിധ ഗ്രൂപ്പുകളുടെ സംയോജനമാണ് കേരളത്തിലെ രാഷ്ട്രീയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഭാരതീയ ജനതാ പാർട്ടി എന്നിവയാണ് ദീർഘകാലമായി സർക്കാരിനെ സ്വാധീനിച്ച പ്രധാന ഗ്രൂപ്പുകൾ. കേരളം വളരെയധികം സാമൂഹിക പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രധാനമായും പുരുഷന്മാരാണ് ആധിപത്യം പുലർത്തുന്നത്. ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാകുന്നത് നമ്മൾ മുമ്പ് കണ്ടതിൽ നിന്ന് വലിയൊരു മാറ്റമായിരിക്കും. ഈ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കാലക്രമേണ കേരളത്തിലെ സമൂഹം എത്രമാത്രം മാറിയെന്ന് കാണിക്കുന്നു. കാലക്രമേണ കേരളത്തിലെ സ്ത്രീകൾ തൊഴിൽ, രാഷ്ട്രീയം, വിദ്യാഭ്യാസം എന്നിവയിൽ കൂടുതലായി പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ പുരുഷന്മാർക്ക് തുല്യമായി സ്ത്രീകൾക്കും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാണ്. ഒരു വനിതാ നേതാവിനെ സ്വീകരിക്കാൻ സംസ്ഥാനം യഥാർത്ഥത്തിൽ തയ്യാറാണെന്ന് ഈ ഘടകങ്ങൾ സൂചിപ്പിക്കുന്നു. ലിംഗസമത്വത്തിന്റെ കാര്യത്തിൽ വളരെ കാലമായി പുരോഗമന സംസ്ഥാനമായാണ് കേരളത്തെ കാണുന്നത്. ഉയർന്ന സ്ത്രീ സാക്ഷരതാ നിരക്ക്, വിദ്യാഭ്യാസത്തിനുള്ള തുല്യ പ്രവേശനം, വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ ശക്തമായ പങ്കാളിത്തം എന്നിവയിലൂടെ ലിംഗ അസമത്വം പരിഹരിക്കുന്നതിൽ കേരളം ഗണ്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വനിതാ ശാക്തീകരണ പരിപാടികളിലൊന്നായ കുടുംബശ്രീ സംരംഭം പോലുള്ള സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പരിപാടികൾ സംസ്ഥാനം നടപ്പാക്കിയിട്ടുണ്ട്. ഈ സംരംഭങ്ങൾ രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ സ്ത്രീകൾക്ക് ശബ്ദം നൽകി. പ്രാദേശിക താഴെത്തട്ടിലുള്ള ഭരണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം നയിക്കാനുള്ള അവരുടെ കഴിവ് കൂടുതൽ പ്രകടമാക്കി. എന്നിരുന്നാലും ഈ മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വം പ്രധാനമായും പുരുഷ മേധാവിത്വത്തിൽ തുടരുന്നു. മന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും പോലുള്ള സുപ്രധാന രാഷ്ട്രീയ പദവികൾ വഹിച്ചിട്ടുള്ള സ്ത്രീകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിലൊന്നായിരുന്നില്ല. ജനസംഖ്യയുടെ പകുതിയും സ്ത്രീകളാണ് എന്ന വസ്തുത ഉണ്ടായിരുന്നിട്ടും സംസ്ഥാനത്തിന്റെ നേതൃത്വം ശക്തരായ പുരുഷ വ്യക്തികളുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാകുക എന്ന ആശയം സമൂലമായ ഒന്നാണെങ്കിലും അത് സാധ്യതാ മേഖലയ്ക്ക് പുറത്തല്ല. വാസ്തവത്തിൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ യുക്തിസഹമായ അടുത്ത ഘട്ടമായി ഇതിനെ കാണാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സ്ത്രീക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നതിൽ സംശയമില്ല. കേരളത്തിലെ രാഷ്ട്രീയ ഭൂപ്രകൃതി പ്രത്യയശാസ്ത്രത്തിലും പാർട്ടി രാഷ്ട്രീയത്തിലും ആഴത്തിൽ വേരൂന്നിയതാണ്. മാർക്സിസം മുതൽ യാഥാസ്ഥിതികത വരെയുള്ള വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർണമായ രാഷ്ട്രീയ സംവിധാനമാണ് സംസ്ഥാനത്തിനുള്ളത്. മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന ഒരു സ്ത്രീക്ക് സഖ്യരാഷ്ട്രീയത്തിന്റെ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനൊപ്പം ഈ പ്രത്യയശാസ്ത്ര വിഭജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നിവയ്ക്ക് ആഭ്യന്തര ശത്രുതയുടെയും സഖ്യങ്ങളുടെയും നീണ്ട ചരിത്രമുണ്ട്. ഒരു വനിതാ നേതാവ് പരമ്പരാഗതമായി പുരുഷനായിരുന്ന ശക്തരായ രാഷ്ട്രീയ നേതാക്കളുമായി അതിലോലമായ ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു സ്ത്രീ അഭിമുഖീകരിക്കുന്ന പ്രാഥമിക വെല്ലുവിളികളിലൊന്ന് രാഷ്ട്രീയ സ്ഥാപനത്തിനുള്ളിൽ ഉറച്ചു നിൽക്കുന്ന പുരുഷാധിപത്യമാണ്. സ്ത്രീ ശാക്തീകരണത്തിൽ കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ സ്ഥാപനം ഇപ്പോഴും പ്രധാനമായും പുരുഷ മേധാവിത്വത്തിലാണ്. ഒരു സ്ത്രീക്ക് രാഷ്ട്രീയ എതിരാളികളുമായി മാത്രമല്ല, അധികാര സ്ഥാനങ്ങളിൽ സ്ത്രീകളെ അനുഗമിക്കുന്ന പക്ഷാപാതങ്ങളോടും ചെറുത്തുനിൽപ്പുകളോടും കൂടി പോരാടേണ്ടി വരും. അവരുടെ നേതൃത്വ ശൈലി, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ പുരുഷ എതിരാളികൾക്ക് തുല്യമായ ബഹുമാനം നൽകാനുള്ള അവരുടെ കഴിവ് എന്നിവയിൽ വളരെയധികം സൂക്ഷ്മ പരിശോധന ഉണ്ടായേക്കാം. അവരുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണ കൈകാര്യം ചെയ്യുക എന്നതാണ് മറ്റൊരു വെല്ലുവിളി.
രാഷ്ട്രീയ ഇടപെടൽ കൂടുതലുള്ളതും പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിൽ മാധ്യമങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതുമായ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു വനിതാ നേതാവിനെ കടുത്ത പരിശോധനയ്ക്ക് വിധേയയാക്കും. മാധ്യമങ്ങളും പൊതുജനങ്ങളും അവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചേക്കാം. ഒരു പുരുഷ നേതാവിനെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വനിതയുടെ കഴിവിനെയും തീരുമാനമെടുക്കലിനെയും ചോദ്യം ചെയ്തേക്കാം. ഇത് അവരുടെ നേതൃത്വത്തെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ഫലപ്രദമായി സഞ്ചരിക്കുന്നത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. നേതൃപരമായ റോളുകളിൽ സ്ത്രീകൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ലിംഗപരമായ സ്റ്റീരിയോടൈപ്പുകളുടെ പ്രശ്നമുണ്ട്. അധികാര സ്ഥാനങ്ങളിലെ സ്ത്രീകൾ കൂടുതൽ അനുകമ്പയുള്ളവരും പരിപോഷിപ്പിക്കുന്നവരും അനുരഞ്ജനമുള്ളവരുമായിരിക്കുമെന്ന് പലപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നു. അതേസമയം പുരുഷന്മാർക്ക് കൂടുതൽ നിശ്ചയദാർഢ്യമുള്ളവരും ആധികാരികരുമായിരിക്കാൻ അനുവാദമുണ്ട്. ഈ പ്രതീക്ഷകൾ ഒരു വനിതാ നേതാവിന് വെല്ലുവിളികൾ സൃഷ്ടിക്കും. കാരണം നേതൃത്വത്തിന്റെ പരമ്പരാഗത അച്ചുതണ്ടിന് അനുയോജ്യമല്ലാത്തതിന് അവർ വിമർശിക്കപ്പെടാം. അവർ വളരെ നിശ്ചയദാർഢ്യമുള്ളവരാണെങ്കിൽ അവരെ വളരെ അഹങ്കാരമുള്ളവരായി മുദ്രകുത്താം. അതേസമയം അവർ വളരെ അനുരഞ്ജനമുള്ളവരാണെങ്കിൽ അവരെ ദുർബലയായോ തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവരായോ കണക്കാക്കാം. വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ നേട്ടങ്ങൾ കേരളത്തിന് ഗണ്യമാണ്. ഒരു വനിതാ നേതാവ് ഉണ്ടായിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് ലിംഗസമത്വത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും അത് നൽകുന്ന സന്ദേശമാണ്. സംസ്ഥാനത്തിന്റെ പരമോന്നത പദവിയിലുള്ള ഒരു സ്ത്രീ പുരോഗതിയുടെയും മാറ്റത്തിന്റെയും ശക്തമായ പ്രതീകമായിരിക്കും. ഗവൺമെന്റിന്റെ ഉയർന്ന തലങ്ങളിൽ നയിക്കാൻ സ്ത്രീകൾക്ക് കഴിവുണ്ടെന്നും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളമുള്ള മറ്റ് സ്ത്രീകളെ രാഷ്ട്രീയത്തിൽ നേതൃപരമായ റോളുകൾ പിന്തുടരാൻ പ്രചോദിപ്പിക്കാൻ കഴിയുമെന്നും ഇത് തെളിയിക്കും. ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് ഭരണത്തിന് ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരാൻ കഴിയും. സ്ത്രീകൾ പലപ്പോഴും മറ്റു സ്ത്രീകളുടെയും കുട്ടികളുടെയും ആവശ്യങ്ങളുമായി കൂടുതൽ പൊരുത്തപ്പെടുന്നു. കൂടാതെ ഒരു വനിതാ നേതാവ് ഗാർഹിക പീഡനം, മാതൃ ആരോഗ്യം, സ്ത്രീ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്ന നയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയേക്കാം. പുരുഷ മേധാവിത്വമുള്ള രാഷ്ട്രീയ ഇടങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു വനിതാ നേതാവ് അവർക്ക് അർഹമായ ശ്രദ്ധ നൽകാൻ സാധ്യതയുണ്ട്. ക്ഷേമത്തിനും സാമൂഹിക നീതിക്കും മുൻഗണന നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഒരു സ്ത്രീക്ക് പ്രതിബദ്ധതകൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും. കൂടാതെ ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് സർക്കാരിലും രാഷ്ട്രീയത്തിലും സ്ത്രീകളുടെ കൂടുതൽ പ്രാതിനിധ്യം പ്രോത്സാഹിപ്പിക്കാനും കഴിയും. ഒരു സ്ത്രീ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് കൂടുതൽ സ്ത്രീകളെ രാഷ്ട്രീയത്തിലും പൊതുസേവനത്തിലും പ്രവേശിക്കാൻ പ്രചോദിപ്പിക്കും. സ്ത്രീകളുടെ ശബ്ദങ്ങൾ കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന കൂടുതൽ സമഗ്രമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും. ബ്യൂറോക്രസിയിലും മറ്റ് സർക്കാർ സംഘടനകളിലും കൂടുതൽ സ്ത്രീകൾക്ക് നേതൃപരമായ റോളുകൾ നൽകാനും ഇത് ഇടയാക്കും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരു സ്ത്രീ ഭരണത്തിൽ കൂടുതൽ ഉൾക്കൊള്ളുന്നതും സഹാനുഭൂതിയുള്ളതുമായ സമീപനം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ചരിത്രപരമായി വീട്ടിലും അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിലും സ്ത്രീകൾ ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇത് നിരവധി സ്ത്രീകൾക്ക് ശക്തമായ പ്രശ്നപരിഹാര മൾട്ടി ടാസ്കിംഗ് കഴിവുകൾ നൽകി. രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ ലോകത്ത് അവരെ നന്നായി സേവിക്കാൻ കഴിയുന്ന ഗുണങ്ങൾ. ഒരു വനിതാ നേതാവ് സംവാദത്തിലും സമവായം കെട്ടിപ്പടുക്കുന്നതിലും ഏർപ്പെടാൻ കൂടുതൽ ചായ്വുള്ളവരായിരിക്കാം. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് പകരം അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് കൂടുതൽ സഹകരണപരവും ക്രിയാത്മകവുമായ ഭരണത്തിന് കാരണമാകും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യും. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ ഉയർച്ച സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ സ്ത്രീകളുടെ പങ്കിനെ ആഴത്തിൽ സ്വാധീനിക്കും. എല്ലാ തലങ്ങളിലും രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തത്തിന് ഇത് ഒരു ഉത്തേജകമായി പ്രവർത്തിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും കൂടുതൽ സ്ത്രീകൾ നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി കൂടുതൽ സമഗ്രമാക്കും. ഒരു വനിതാ മുഖ്യമന്ത്രി സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കുക മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെക്കാൻ ഒരു പുതിയ തലമുറയിലെ സ്ത്രീകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. ഈ മാറ്റം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും സ്വാധീനം ചെലുത്തിയേക്കാം. ലിംഗസമത്വത്തിന്റെ പ്രാധാന്യവും നേതൃസ്ഥാനങ്ങളിൽ കൂടുതൽ സ്ത്രീകളുടെ ആവശ്യകതയും തിരിച്ചറിയാൻ രാഷ്ട്രീയ പാർട്ടികളെ പ്രോത്സാഹിപ്പിക്കും. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഭരണത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്ന കേരളത്തിന്റെ മാതൃക മറ്റ് പ്രദേശങ്ങൾക്കും ശക്തമായ മാതൃക സൃഷ്ടിക്കും. ഒരു സ്ത്രീ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകുക എന്ന ആശയം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഭൂപ്രകൃതിയെ പുനർനിർവചിക്കാൻ കഴിയുന്ന ഒരു പരിവർത്തന ആശയമാണ്. ലിംഗസമത്വത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും കാര്യത്തിൽ ഇത് സുപ്രധാന ചുവടുവയ്പ്പായിരിക്കും. ഇത് ഇന്ത്യക്കും ലോകത്തിനും ശക്തമായ സന്ദേശം നൽകും. പുരുഷ മേധാവിത്വമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തെ നയിക്കുന്നതിലെ വെല്ലുവിളികൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ അധികാരത്തിൽ വരുന്നതിന്റെ നേട്ടങ്ങൾ നിഷേധിക്കാനാവാത്തതാണ്. ഭാവി തലമുറയിലെ സ്ത്രീകൾക്ക് പ്രചോദനം നൽകുന്നത് മുതൽ രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ഭരണത്തെ പുനർനിർമ്മിക്കാനും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃക സൃഷ്ടിക്കാനും കഴിയും. ആത്യന്തികമായി അത്തരമൊരു മാറ്റം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തെ സൂചിപ്പിക്കും.
അവിടെ സ്ത്രീകളുടെ ശബ്ദങ്ങൾ കേൾക്കുകയും സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെടുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.